ഡാ ജാക്കി. ഹലോ. അപ്പം ഇന്ന് രാവിലെ ഒരു 5:30 ആയപ്പോൾ എണീറ്റിട്ടുണ്ടായിരുന്നു. കുറേ നാളിന് ശേഷമാണ് പഴയ ശീലങ്ങളൊക്കെ പൊടി തട്ടി എടുക്കാൻ തുടങ്ങിയത്. വേറൊന്നുമല്ല, നമ്മുടെ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ ഒരു ചേഞ്ച് ഇടയ്ക്കിടയ്ക്ക് കൊണ്ടുവരുന്നത് നല്ലതല്ലേ. അപ്പോൾ രാവിലെ കുറച്ച് നേരം ഇങ്ങനെ എനിക്ക് വേണ്ടിയുള്ള കുറച്ച് ടൈമുണ്ട്. അപ്പോൾ ആ സമയത്ത് ഇവൻ്റെ കൂടെ അങ്ങനെ സ്പെൻഡ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ ഭയങ്കര സ്കിൻ കെയർ ഒന്നും ചെയ്യുന്ന ഒരാളൊന്നും അല്ല ഞാൻ. ജസ്റ്റ് ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യുന്നുണ്ട്, അതൊക്കെ തന്നെ. പിന്നെ ഇപ്പോൾ വെയിറ്റ് വല്ലാതെ കൂടുന്നുണ്ട്. അപ്പോൾ പക്ഷേ എനിക്ക് കുറവുണ്ട് കേട്ടോ. അതായത് ഒരു 80 kg ആയിട്ടുണ്ടായിരുന്നു വെഡിങ് ടൈമിലൊക്കെ. ഇപ്പോൾ ഒരു 2 കിലോ കുറവുണ്ട്. അത്യാവശ്യം തന്നെ ഡയറ്റും കാര്യങ്ങളൊക്കെ ഇങ്ങനെ കൺട്രോൾ ചെയ്ത് പോവാണ്. പിന്നെ നമ്മുടെ ബോഡി നമ്മൾ തന്നെ ശ്രദ്ധിക്കേണ്ടേ അല്ലേ. പിന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുന്നുണ്ട് ഡയറ്റിനൊപ്പം തന്നെ. അതുപോലെ തന്നെ നന്നായിട്ട് വ്യായാമം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ടൊക്കെ തന്നെ കുറഞ്ഞ് വരുന്നുണ്ട് വെയിറ്റൊക്കെ. അപ്പോൾ പെട്ടെന്ന് ഒറ്റയടിക്ക് കുറയത്തില്ലല്ലോ. അതുപോലെ പണ്ട് തൊട്ടേ ഉള്ളൊരാഗ്രഹമായിരുന്നു മ്യൂസിക് പഠിക്കണം. അത്യാവശ്യം ചെറുതായിട്ടൊക്കെ മൂളിപ്പാട്ടൊക്കെ പാടുമെന്നല്ലാതെ ഭയങ്കര സിംഗറൊന്നും അല്ല. എന്നാലും കല്യാണത്തിന് ശേഷം ആ ഒരു ആഗ്രഹം എൻ്റെ കെട്ടിയവന് എനിക്ക് നിറവേറ്റി തന്നു. അപ്പോൾ രാവിലെ അതിൻ്റെ ക്ലാസ്സും കാര്യങ്ങളൊക്കെ കുറേ നേരം ഉണ്ടാവും. അപ്പോൾ അതൊക്കെയാണ് കാണുന്നത്. പിന്നെ ഈ റൈറ്റ് പേഴ്സൺ അറ്റ് ദ റൈറ്റ് ടൈം എന്നൊക്കെ പറയുന്നത് ഒന്നാലോചിച്ചാൽ ശരിയാണ്. കാരണം എല്ലാ കാര്യങ്ങളും അതിൻ്റേതായിട്ടുള്ള സമയമുണ്ട് ദാസ എന്നൊക്കെ പറയില്ലേ, റൈറ്റാണത്. അപ്പോൾ എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ജാക്കിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഞങ്ങൾ 2 പേരും കൂടെ ഒരു കാര്യം കാണാൻ പോവാണ്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, ഞാൻ അധികം കൊല്ലം ജില്ലയിലൊന്നും അത് കണ്ടിട്ടില്ല. ഇവിടെ ഏട്ടൻ്റെ അമ്മയുടെ നാട് വർക്കലയാണ്. അപ്പോൾ വർക്കലയുള്ളവരൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഹാബിറ്റ് ഉള്ളതെന്നാണ് അമ്മ പറയാറ്. വേറൊന്നുമല്ല, രാവിലെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പേ ഇവരാദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെള്ളവും പൂവും വയ്ക്കും നമ്മുടെ വീടിന് ഫ്രണ്ടിൽ. സാധാരണ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നെയാണ് അമ്മ ഇത് ചെയ്യാറ്. അതുകൊണ്ട് ഞാനങ്ങനെ അധികം കണ്ടിട്ടില്ല. പിന്നെ ഇന്നിപ്പോൾ ലേറ്റായതിൻ്റെ മെയിൻ റീസൺ എൻ്റെ ജാക്കി കേട്ടോ. ഇവനാണെങ്കിൽ വെള്ളവും പൂവും വെച്ചാൽ അപ്പോഴേ എടുത്തുകൊണ്ട് പോകും. പിന്നെ ഇതിനങ്ങനെ പ്രത്യേകിച്ച് വിശ്വാസങ്ങളോ ദൈവാരാധനയോ അങ്ങനെയൊന്നുമില്ല. നോർമലി അമ്മയുടെ വെള്ളവും പൂവും വയ്ക്കും. കുറേ കാക്കയും കിളിയൊക്കെ വന്നിട്ട് ഇത് കുളിക്കും. അതുപോലെ സൂര്യനെ തൊഴുതിട്ടാണ് പിന്നെ അടുക്കളയിലൊക്കെ കയറാറ്. അതാണ് പതിവ്. അയ്യോ, ജാക്കി ഞാൻ ഒന്ന് നോക്കട്ടെ, ആളെവിടെ പോയോ എന്തോ കാണുന്നില്ല. ആശാൻ്റെ ഇവിടെ തന്നെ ഉണ്ട് സുഹൃത്തുക്കളെ. എന്താ പറ്റിയൊന്നും അറിയില്ല. സാധാരണ ഞങ്ങൾ പെഡിഗ്രി ഒക്കെ ഇട്ടിട്ടാണ് ഇവനെ കൂട്ടിക്കയറ്റാറ്. ഇതിപ്പോൾ രാവിലെ തൊട്ട് നിൽക്കുന്നതുകൊണ്ടാവും തന്നെ കയറിയിരിക്കുന്നത്. പിന്നെ ഉണ്ടല്ലോ, ഇവൻ ഏറ്റവും പേടിയുള്ള കാര്യമാണ് ഈ തീയെന്ന് പറയുന്നത്. ഒരു പ്രാവശ്യം ഇവന് തീ ആദ്യമായിട്ട് കണ്ടപ്പോഴത്തേക്ക് ചാടി പിടിക്കാനൊക്കെ ഭയങ്കര ആവശ്യമായിരുന്നു. അങ്ങനെ നാവ ഉള്ളിയതിന് ശേഷം പിന്നെ തീയെ കണ്ട മൈൻഡ് പോലും ചെയ്യാറില്ല, കണ്ടില്ലേ. അവനവിടെ അമ്മയുടെ കൂടെ നിന്ന സമയത്ത് ഞാൻ വന്നൊരു കുളിയൊക്കെ പാസ്സാക്കി. എനിക്കിന്ന് കുറച്ച് ക്ലാസ്സൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷനൊക്കെ ആയിട്ട് ഇരിക്കാമെന്ന് വിചാരിച്ചു. ആളവിടെ പുറത്ത് തന്നെ ഉണ്ട്, കാര്യമായിട്ടുള്ള ബഹളങ്ങളൊക്കെ കേൾക്കുന്നുമുണ്ട്. എന്തായാലും ജാക്കിയുടെ ഒരു കുഞ്ഞു വീഡിയോ കാണിച്ചു തരാവേ. അവനൊട്ടും ഇഷ്ടമല്ലാത്ത 2 കാര്യങ്ങളാണ്. ഒന്ന് കുളിപ്പിക്കുന്നത്, 2 ഇതുപോലെ ഇവനെ പിടിച്ചിട്ട് ചെള്ളൊക്കെ എടുക്കുന്നത്. ആ കടങ്ങി നിൽക്കാൻ കുറച്ചധികം ബുദ്ധിമുട്ടാണ്. എന്തായാലും കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇവനെ അങ്ങ് കൂട്ടിക്കയറ്റി. അപ്പോൾ കൂട്ടിക്കിടക്കുന്ന അധികം ഇഷ്ടമുള്ള കൂട്ടത്തിലൊന്നും അല്ല. പിന്നെ ഞാനിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ ഇവന് തോന്നിപ്പോവും എന്നെ ഇറക്കാനാണോ എന്ന്. പിന്നെ നിങ്ങളോട് വേറൊരു കാര്യം പറയാനുണ്ടായിരുന്നു. അല്ലെങ്കിൽ നാളെ പറയാം. ടാറ്റാ.